ഹായ് ഹലോ. ഇന്ന് നല്ല മഴയല്ലേനോ. എൻ്റെ പണിയെല്ലാം ലേറ്റ് ആയിന് കേട്ടോ. അതുകൊണ്ട് ഉച്ചയ്ക്ക് ശേഷം കുറച്ചൊരു മാറ്റം വന്നിട്ടുണ്ട്. അതുകൊണ്ട് അടിച്ചു വരാനെല്ലാം നന്ദി കേട്ടോ. എല്ലാം ഒരു മടി പിടിച്ച പോലെയാണ്. മുറ്റത്തെല്ലാം കുറേ പണിയുണ്ട്. പിന്നെ എന്ത് ചെയ്യാനും, മഴ പെയ്താൽ നമുക്കിവിടെ ഉറവയും വരുന്നുണ്ട്. അന്നേരം പിന്നെ വെറും ചളി പോലെയാണ് ഉണ്ടാവുക. അധികം കാര്യമായിട്ടുള്ള പണിയൊന്നുമില്ല. അപ്പോൾ അടിച്ചു വരലും അങ്ങനെയുള്ളൂ. മുറ്റത്തെല്ലാം ചപ്പ് വീണിട്ടുണ്ട്. മഹാഗണി മുരിങ്ങയില കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ടുണ്ടാവുക. അതെന്ന് വെച്ചാൽ ഈ കുറുന്തോട്ടി വാച്ചിനെ കൊണ്ട് അടിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് കിട്ടും. ഉജുവാട്ട് രാവിലെ പോയതാണേ. ഇപ്പോൾ ഇതാ വന്നിട്ടുണ്ട് ഡ്യൂട്ടിയും കഴിഞ്ഞിട്ട്. അതുകൊണ്ട് ഇനിയിപ്പോൾ ഓർക്ക് ചായയെല്ലാം വെച്ച് കൊടുക്കണം. ഓർ വരുന്ന മുന്നേ എൻ്റെ പണിയെല്ലാം ഒരുങ്ങി കുളി കഴിഞ്ഞ്. ഇന്ന് പിന്നെ മഴ കുറയാൻ നിന്നുകൊണ്ട് ലേറ്റായിപ്പോയി. അല്ലെങ്കിൽ എല്ലാം വേഗം ആകലുണ്ടേനു. അങ്ങനെ ആകുമ്പോൾ ചായയും കൊടുത്തിട്ട് ഞാൻ വിളക്ക് കത്തിക്കാണ്ട് നിൽക്കലേ. ഇന്നത് നടന്നില്ല. ഇന്ന് ഇനിയിപ്പോൾ ചായ കുടിച്ചിട്ടാക്കാമെന്ന് വിചാരിച്ച്. കട്ടൻ ചായയേനു എപ്പം കുടിക്കൽ. പഞ്ചസാരയൊന്നും ഇടാണ്ട് അങ്ങനെയാണ്. ചായ വേണം നിർബന്ധമില്ല. മുന്നേ എപ്പം ചായ കുടിച്ചുകൊണ്ടിരുന്നതാണ്. ഇപ്പോൾ അത് നിർത്തി. ചായ തന്നെ കുറച്ച് കളഞ്ഞതുകൊണ്ട് പിന്നെ പാൽ കൊണ്ടുവന്നുകൊണ്ട് പാൽ ചായ വെക്കാമെന്ന് വിചാരിച്ച്. പട്ട വാങ്ങീനെ. അതാണ് ചായേൻ്റെ കടി ഉണ്ടാവുക. പിന്നെ ഇവർ ഇപ്പാന്ന് വരുന്നത്. രാവിലെ പണിക്ക് പോയിട്ടാകുമ്പോൾ 5 മണിയാകുമ്പം പോവും. അന്നേരം ഇപ്പം വരുക. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ ചായ കുടിക്കുന്ന സമയമോ അല്ലെങ്കിൽ ചോറുന്ന സമയമാണ് നമ്മളെന്തെങ്കിലും വർത്താനെല്ലാം പറഞ്ഞിട്ട് നിൽക്കുക കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇനിയിപ്പോൾ ചായ കുടിയെല്ലാം കഴിഞ്ഞ് വിളക്കത്തിച്ച് കഴിഞ്ഞിട്ടാകുമ്പോൾ വൈകുന്നേരത്തേക്കുള്ള ഭക്ഷണത്തിൻ്റെ കാര്യം നോക്കാൻ നിൽക്കുവേ. അന്നേരം ഉജുവാണ് അമ്മമ്മേൻ്റെ അടുക്കും മാമൻ്റെ അടുക്കെല്ലാം പോകും. ആ സമയത്താകുമ്പോൾ ഓർക്ക് പോയിട്ട് വരാമല്ലോ എന്ന് പറയും. രാവിലെ പിന്നെ പോക്ക് നടക്കൂലല്ലോ. അപ്പോൾ രാവിലെ ഞാൻ അങ്ങനെ എന്തെങ്കിലും ലൈറ്റായിട്ട് എന്തെങ്കിലും കഴിച്ച് കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് ചിലപ്പോൾ പച്ചരീൻ്റെ എന്തെങ്കിലും ആക്കുക. ഇന്ന് പച്ചരീൻ്റെ ഉപ്പുമാവ് ആക്കീന്. അതുകൊണ്ട് അത് എനിക്ക് രാത്രിക്കേക്ക് ഉണ്ട്. ഇനി ഉജുവാണിന് വേണ്ടത് മാത്രമേ വേണ്ടുവേ. എയർപോർട്ടിലെ കാര്യമെല്ലാം വന്നിട്ട് പറയും കേട്ടോ. ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയൂ. നമ്മളങ്ങനെ ആ ഒരു സമയത്താണ് ഇങ്ങനെ സംസാരിച്ചിരിക്കുക. അതുകൊണ്ട് ചായ കുടിക്കുന്ന സമയം തന്നെ കൂടുതലായിട്ട് ഉപയോഗിക്കാൻ നോക്കും. പിന്നെ വൈകുന്നേരമായി അമ്പലത്തിൽ പാട്ട് വെച്ച് ഇനിയിപ്പം കുളിച്ച് വിളക്കത്തിക്കേണ്ട സമയമാകാനായിന്. അപ്പോഴത്തേക്ക് അടുത്ത മഴയും വരുന്നുണ്ട് കേട്ടോ. മൂടിക്കെട്ടൽ പോലെയുണ്ട്. കുളിയും കഴിഞ്ഞ് എന്നിട്ട് വേണം വിളക്ക് കത്തിക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴത്തേക്ക് ഉജുവാണ് അമ്മമ്മേനൊക്കെ പോയിട്ടുണ്ടേ. വീട്ടിൻ്റെ മുന്നിൽ വയലാണ്. അതിൻ്റെ നേരെ മുന്നിൽ അമ്പലം. അപ്പോൾ അമ്പലത്തിൽ പാട്ട് വെച്ച് കഴിഞ്ഞാൽ പിന്നെ തിരക്കാണ് വേഗം വിളക്ക് കത്തിക്കാനുള്ള. വിഷ്ണുവിൻ്റെ അമ്പലമാണ്. വിഷ്ണു ശിവനുമാണ് ഉള്ളത്. പഴശ്ശി കോവിലകാണ്. അപ്പോൾ കോവിലകെല്ലാം പൊളിഞ്ഞ് ഇപ്പോൾ അമ്പലം മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്പൂതിരിയാണെന്ന് പറയൂ, എത്ര നേരം വെളിച്ചം കണ്ടു കഴിഞ്ഞാലും അല്ലെങ്കിൽ ഇരുടായി കഴിഞ്ഞാലും 6:15 മുതൽ 6:35 വരെയാണ് നമ്മളെ സന്ധ്യാസമയം വരുന്നത്. ആ സമയത്ത് വിളക്ക് കത്തിക്കാവൂ. അത് കഴിഞ്ഞിട്ട് അങ്ങനെ കത്തിക്കാൻ നിൽക്കണ്ടെന്ന് പറയും. അപ്പോൾ അതുപോലെ ചെയ്യലുണ്ട് കേട്ടോ. പക്ഷേ ഇന്ന് നല്ല വെളിച്ചമാണ്. നല്ല വെളിച്ചം എന്ന് വെച്ചാൽ മഴ പോയതുകൊണ്ട് വെളിച്ചം കിട്ടീനി. പകൽ പോലെയുണ്ട്. പക്ഷേ എന്നാലും നമുക്ക് നമ്മളെ സമയത്ത് തന്നെ വിളക്ക് കത്തിക്കണ്ടേ. എന്നാലല്ലേ ശരിയാവും. എനിക്കില്ലേ രാവിലെ വിളക്ക് കത്തിക്കാൻ ഇഷ്ടമാണ്. പക്ഷേ ഓരോരുത്തർ പറയുന്നുണ്ട് രാവിലെ കത്തിച്ചാൽ മുടക്കരുത്. അതൊരു പേടിയാണ് കേട്ടോ. പിന്നെ വൈകുന്നേരം നമ്മൾ ഭക്തിഗാനം വെക്കും. കുറച്ച് സമയം ഉണ്ടാവും. ഒരു 7 മണി വരെയല്ലോ. രാവിലെയും വൈകുന്നേരം കുറച്ച് സമയം നമ്മൾ ഭക്തിഗാനം വെക്കുക. ഇതാണ് വീടിൻ്റെ മുമ്പിൽ. ഇവിടെ വാഴയും കപ്പയെല്ലാം ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ പന്നി ശല്യമാണ്. ഭയങ്കര പന്നികളായിരിക്കും. ജൂലി ഇവളെ ഞാൻ വിളക്ക് കത്തിക്കുമ്പം കൂട്ടിലേക്ക് വിട്ടതാണ്. അല്ലെങ്കിൽ എന്നെ വിളക്ക് കത്തിക്കാൻ വിടില്ല. വെറും ബുദ്ധിമുട്ടാക്കിക്കൊണ്ട് വെക്കും. ഒന്നും ചെയ്യാൻ വിടാണ്ട് ഒന്നിലെ വിളക്കിൻ്റെ അടുക്ക പോകും, അല്ലെങ്കിൽ പുറത്തേക്ക് ഇറങ്ങി വിടുമോ. അങ്ങനെ ഒരു സമയത്ത് ഞാൻ കൂട്ടിലേക്ക് ആക്കുവോളാം. രാത്രിക്കേക്ക് തരിയുപ്പുമാവും മുട്ടക്കറിയോ കേട്ടോ ആക്കുന്നത്. മുട്ടക്കറി കാട്ടിക്കൂട്ടി മുട്ടക്കറിയാണേ. അങ്ങനെ എല്ലാം കൂടി ഇതാക്കിയിട്ടുള്ളതൊന്നുമല്ല കേട്ടോ. എന്ന് വെച്ചാൽ ഉപ്പുമാവിന് വേണ്ടിയിട്ടല്ല. ഉജുവാണ് രാവിലെ 5 മണിക്ക് ഡ്യൂട്ടിക്ക് പോകണം. അന്നേരം കറി കൊണ്ടുപോകണം. പിട്ടാണ് ഉണ്ടാക്കുന്നത് രാവിലെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് രാത്രിക്ക് ആക്കി വെക്കും. മഴയും പവർ കട്ടിൻ്റെ ഇതെല്ലാം കൊണ്ട് നമുക്ക് കറണ്ടിനെ വിശ്വസിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ടാണ് കേട്ടോ. പക്ഷേ ഞാൻ ഈ അരച്ചിട്ടെല്ലാം വെച്ച് കഴിഞ്ഞിട്ടാകുമ്പോൾ പകൽ കറണ്ടൊന്നും പോക്കില്ലേ. അപ്പോൾ ബാക്കിയുള്ളവർക്കും ഒരു ഉപകാരം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പിന്നെ രാത്രിക്ക് എൻ്റെ പണിയെടുക്കും കേട്ടോ. ഈ മുട്ടേൻ്റെ അകത്ത് പുഴുങ്ങാനിടുമ്പോൾ ഈർക്കിലിട്ട് വെച്ച് കഴിഞ്ഞാൽ മുട്ട പൊട്ടൂലെന്ന് കേട്ടിട്ടുണ്ട്. അതുകൊണ്ടിപ്പം ഞാൻ അങ്ങനത്തെ പരിപാടിയാണ്. ഉപ്പിട്ടിട്ടാണ് ആക്കലേനും. പക്ഷേ ഉപ്പിട്ടിട്ടാക്കിയാലും എൻ്റെ അടുക്കൽ മുട്ട പൊട്ടിപ്പോക്കുന്നുണ്ട്. അങ്ങനെ ചെറിയ രീതിയിലെങ്കിലും അതൊരു സ്ക്രാച്ച് വരും. പക്ഷേ ഈ ഈർക്കിലിട്ട് വെച്ച് കഴിഞ്ഞാൽ അങ്ങനത്തെ പ്രശ്നം വരുന്നില്ല കേട്ടോ. നല്ല വൃത്തിക്ക് തന്നെയാവും. തേങ്ങ വറുത്തരച്ചിട്ടൊന്നും വെക്കുന്നില്ലേ. തേങ്ങ പിയ്യാനുള്ള മടി കൊണ്ട് മിക്സിയിലൊന്ന് ജസ്റ്റ് അരച്ചെടുത്തിട്ട് പച്ച തേങ്ങ ഒഴിക്കലാണ് കേട്ടോ മുട്ടക്കറിക്കകത്തേക്ക്. പിന്നെ അതേപോലെ ഞാൻ എളുപ്പപ്പണി നോക്കലെന്ന് വെച്ചാൽ രാവിലെ ഉജുവാണിന് പോകുമ്പോൾ ദോശയാക്കുന്നെങ്കിൽ
ഉച്ചയാകുമ്പോൾ അരി കുതിർത്ത് വെച്ചിട്ട് തലേന്ന് രാത്രിക്ക് തന്നെ അരി അരച്ച് വെക്കും കേട്ടോ. പുളിച്ച് പോക്കൊന്നുമില്ല പച്ചരി. അപ്പോൾ പിന്നെ രാവിലെ ചുട്ടെടുക്കുമല്ലേ വേണ്ടു. അല്ലെങ്കിലും നമ്മളെല്ലാം അങ്ങനത്തെ എളുപ്പപ്പണിയല്ലേ എടുക്കുക, പച്ചക്കറി അരിഞ്ഞിട്ട് വെക്കലും അങ്ങനെയല്ലോ. അതേപോലത്തെ പണിയാണ് എടുക്കൽ. ഇപ്പോൾ അവർക്ക് രാവിലെ ആണ്ട് കുറച്ച് ദിവസമായിട്ട് നേരത്തെ കാലത്തെ ഭക്ഷണം കഴിക്കും കേട്ടോ. അതായത് നല്ല സമയത്ത് പാകത്തിനുള്ള സമയത്ത് 8 മണി 8:30 ആകുമ്പോൾ. അല്ലെങ്കിൽ ഉച്ചക്കാണെങ്കിൽ 11 മണി കറക്റ്റാണ് നമ്മളെ ഭക്ഷണം. കൃത്യനിഷ്ഠയില്ലാത്ത ഭക്ഷണ രീതിയാണ് നമുക്ക്, അത് നമുക്ക് തന്നെ അറിയാം. പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഒരു ഡ്യൂട്ടിയും കഴിഞ്ഞ് വന്നാലല്ലേ നമുക്കങ്ങനെ ഭക്ഷണം കഴിക്കാനെല്ലാവും. ഓറ് വന്നിട്ടേ കഴിക്കാനും നിൽക്കും. അതിൻ്റെ ഒരു ഇതുണ്ട് കേട്ടോ. ഇന്നെ കൊണ്ട് കുറച്ച് നേരത്തെ കഴിക്കാമെന്ന് വെച്ച്. ഇപ്പോൾ ഈ ആഴ്ച രാവിലേനും അടുത്ത ആഴ്ച എങ്ങനെയാണെന്ന് അറിയില്ല. ഡ്യൂട്ടി വന്നു കഴിഞ്ഞാലല്ലേ തിരിയും. ഇവർക്ക് ചേഞ്ച് ചെയ്യുക, അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. ഡ്യൂട്ടി മാറ്റുന്നതുകൊണ്ട് എങ്ങനെയാണെന്ന് ഭക്ഷണത്തിൻ്റെ ഒരു പ്രശ്നം മാത്രമേ അവർക്ക് വരുന്നുള്ളൂ അവിടെ. രാവിലത്തേത് പിന്നെ ഇവിടുന്ന് കൊണ്ടുപോകും, ഉച്ചക്കുള്ളത് വീട്ടിലെത്തിയിട്ട് കഴിക്കുക കേട്ടോ. ഉജ്വാണ്ട് വീട് അതിൻ്റെ അരുവത്താണേ. അപ്പോൾ അങ്ങനെ അവിടെ നിന്ന് കഴിക്കുക. ഞാൻ ഈ തരി ഉണ്ടല്ലോ വറക്കൊന്നും ചെയ്യുന്നില്ല കേട്ടോ. ആദ്യം ഇപ്പം വറുത്തിട്ട് എടുക്കണ്ടേനു, ഇപ്പം വറക്കൊന്നും ചെയ്യാണ്ടാന്ന് ആക്കുന്നത്. പക്ഷേ പ്രത്യേകിച്ച് മാറ്റമൊന്നും കാണുന്നില്ല കേട്ടോ. ടേസ്റ്റും ഉണ്ട്, നല്ലതാണേ. അതുകൊണ്ട് അങ്ങനെ ആക്കാൻ നിൽക്കൽ. പിന്നെ അനക്ക് മാവുള്ളതുകൊണ്ട് അതിൻ്റെ നോക്കണ്ടല്ലോ, അതുകൊണ്ട് ഉജ്വാണ്ട് മാത്രം വേണ്ടിയിട്ട് ആക്കിയിട്ടുള്ളൂ കേട്ടോ. മുട്ട നല്ല വൃത്തിക്ക് കിട്ടിയിട്ടുണ്ടേ, അങ്ങനെ പൊട്ടിയിട്ടൊന്നുമില്ല. ഞാനങ്ങ് ഓവറായിട്ട് പുഴുങ്ങി എടുക്കലുമില്ല കേട്ടോ. പാകത്തിന് മാത്രമേ എടുക്കലുള്ളൂ. ഓവറായിട്ട് ആക്കിയാൽ എന്തോ ഒരു ഗുണമില്ലാത്ത പോലെയല്ലേ ഉണ്ടാവുക. അതുകൊണ്ട് ഇങ്ങനെ മാത്രം ആക്കിയിട്ട് എടുക്കലാണ്. രാത്രിക്കത്തെ പണി കഴിഞ്ഞിട്ട് വേണം എനിക്കിനി രാവിലത്തേക്കും കൂടി ഒതുക്കി വെക്കാൻ, എന്നാലേ ശരിയാവും. അല്ലെങ്കിൽ പിന്നെ ഒരു ഗുണവും ഉണ്ടാവില്ല. എന്ന് വെച്ചാൽ രാവിലെ എണീക്കുമ്പോൾ അടുക്കളയെല്ലാം എന്തോ ഒരു പോലെ ഉണ്ടാവുക. അതുകൊണ്ട് ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് എനിക്കെല്ലാം വൃത്തിയാക്കി വെക്കണം. അടുക്കളയിൽ പാത്രങ്ങളെല്ലാം കഴുകിയെല്ലാം ആക്കി വെക്കണം. ജോലിക്ക് നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ തന്നെ ജോലിക്ക് കൊടുക്കും കേട്ടോ. അവൾ നമ്മളെപ്പുറം തന്നെ വന്നിരിക്കും ഇപ്പുറം ഒരു കസേരയിൽ. അതെപ്പോൾ ഉള്ളയാണേ. അത് കൊടുത്തില്ലെങ്കിൽ ഉജ്വാണ്ട് സമാധാനം ഉണ്ടാവില്ല, കിട്ടിയില്ലെങ്കിൽ ഓക്കും അങ്ങനെയാണേ. അതുകൊണ്ട് പിന്നെ അവരങ്ങനെ ഭക്ഷണം കഴിച്ചോളൂ. അന്നേരം പാട്ടെല്ലാം വെച്ചിട്ട് തന്നെയാണ് കേട്ടോ കാണുന്നത്. കുറച്ച് കഴിഞ്ഞാൽ എമ്പുരാനാ അങ്ങനെ എന്തോ കണ്ടേരം ഉജ്വാണ്ട് പാടം മാറ്റി കളഞ്ഞിന് കേട്ടോ. പിന്നെ ഓർ അത് തന്നെയാണ് കാണുന്നത്. ഇനിയിപ്പോൾ ആ സിനിമ കഴിയുന്നവരെ ചിലപ്പോൾ ഇരുന്ന് തന്നു, അല്ലെ പിന്നെ കൈവരെ അവിടെ വെച്ചിട്ട് കഴുകാണ്ട് സിനിമ കാണലിരിക്കുവേ. അതാണ് പുള്ളീൻ്റെ പരിപാടി. ഇഷ്ടപ്പെട്ട സിനിമയെല്ലാം ഉണ്ടെങ്കിൽ അങ്ങനെയാണ്. അല്ലെ പിന്നെ നമ്മളിങ്ങനെ എന്തെങ്കിലും പാട്ടോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് കാണുക കേട്ടോ. അപ്പോൾ രാവിലത്തെ കറിയെല്ലാം ആയില്ലേ, ഇനി എന്നാന്ന് രാവിലെ ചായക്കടി അതെല്ലാം അന്ന് കേട്ടോ ഓറ് ചോദിക്കുന്നത്, കൊണ്ടുപോകാൻ എന്നാ ഉള്ളത് എനിക്ക് എന്നല്ലോ. അന്നേരം അതെല്ലാം ചോദിച്ചു നോക്കും രാവിലെ തന്നെ. ഒരു 4 മണിയാകുമ്പോൾ എണീക്കണമല്ലോ അതാക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് പിന്നെ പൂരിയും ചപ്പാത്തിയിലാണെങ്കിൽ ചില ദിവസം ഞാൻ രാത്രിക്ക് തന്നെ ആക്കി വെക്കലുണ്ട് കേട്ടോ. ഇപ്പോൾ ഈ പാത്രം കഴുകി കഴിഞ്ഞാൽ പിന്നെ കുറച്ച് സമയം ഞാൻ ജോലീൻ്റെ ഒപ്പം നിൽക്കുവേ. ഓൾക്ക് ഇഷ്ടമാണ് നമ്മളെ കൂടെ ഇങ്ങനെ കളിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഓളെ കൂടെ നിന്ന് കഴിഞ്ഞാൽ പ്രശ്നമില്ലല്ലോ. ഞാൻ ഈ വോയിസ് ഓവർ കൊടുക്കുന്നതെന്ന് വെച്ചാൽ എനിക്കിത് പഠിച്ചിട്ട് ലെവലാക്കി എടുക്കണം. എന്ന് വെച്ചാൽ നമ്മളൊരു കാര്യം ചെയ്ത് കഴിഞ്ഞാലേ നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റൂ. അല്ലേ നമ്മളിപ്പം പൊട്ടക്കരയിലെ തവളേനെ പോലെ ആയിപ്പോവില്ലേ. അതാണ് അവസ്ഥ. പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ഞാൻ ഈ പറയുന്നതിൽ എന്തെങ്കിലും മാറ്റം വരുത്താനുണ്ടെങ്കിലോ എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ നിങ്ങൾക്ക് എനിക്ക് പറഞ്ഞു തരാം കേട്ടോ. അതുപോലെ ശ്രമിക്കാം ഞാൻ നോക്കിയിട്ട്. ഇങ്ങനെ ചെയ്താലല്ലേ നമുക്ക് പഠിക്കാൻ പറ്റൂ. ഇതാ ജോലി നോക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പം കുറച്ച് സമയം ഓളെ കൂടിയാണ് രാത്രിക്ക്. അത് കഴിഞ്ഞിട്ടാണ് എഡിറ്റിങ്ങും കാര്യങ്ങളെല്ലാം ചെയ്യാൻ നിൽക്കലേ. എന്നാൽ പിന്നെ ഇന്ന് അത്രയേ ഉള്ളൂ കേട്ടോ. നമുക്ക് പിന്നെ കാണാം.